തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് കരുത്ത് കാണിച്ച് LDF. ജില്ലാ പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തി. LDFന്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും നിലനിർത്തി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു മുന്നണികളും തമ്മിൽ നടന്നത്. ഓരോ നിമിഷത്തിലും ബലം മാറിമറിഞ്ഞു. ഒടുവിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒരു ഡിവിഷൻ വർദ്ധിപ്പിച്ച 9 ഡിവിഷനുമായി LDFന്റെ കുതിപ്പ്. UDF 8 ഡിവിഷൻ നേടിയപ്പോൾ NDA 1-ലൊതുങ്ങി. പുത്തികെ ഡിവിഷൻ NDAക്ക് നഷ്ടമായി. LDF സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് വിജയമെന്ന കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് ജയിച്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു ഇബ്രഹാം പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ സഖാവ് ബേബി ബാലകൃഷ്ണൻ നേതൃത്വം കൊടുത്ത കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം നിലനിർത്തുകയാണ്. നല്ല മെജോറിറ്റിയോടുകൂടി ഇടതുപക്ഷം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള കാസർഗോഡിന് വേണ്ടി നൽകിയിട്ടുള്ള നിരവധി വികസന പദ്ധതികളുണ്ട്. ആ വികസന പദ്ധതികൾക്കുള്ള അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്തെ ജില്ലാ പഞ്ചായത്തിൽ നേടിയിട്ടുള്ള വിജയം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2020 സമാനമായി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കാറടുക്ക, പരപ്പ, കാഞ്ഞങ്ങാട്, നീലേശ്വരം എന്നിവ LDF നിലനിർത്തി. കാസർഗോഡും മഞ്ചേശ്വരവും UDFന്. ഗ്രാമപഞ്ചായത്തുകളിൽ 13 LDFും 17 UDFും 3 NDAയും നേടിയപ്പോൾ 5 2 മുന്നണികൾ തുല്യനിലയിലെത്തി. നഗരസഭയിൽ കാഞ്ഞങ്ങാടും നീലേശ്വരവും LDF മുന്നേറ്റം. കാസർഗോഡ് നഗരസഭ UDF നിലനിർത്തി. ജില്ലാ പഞ്ചായത്തിൽ ബേക്കൽ, പുത്തികെ ഡിവിഷനുകളിൽ റീകൗണ്ടിംഗ് ആവശ്യമുയർന്നു. ഞായറാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ 2 ഡിവിഷനുകളുടെയും റീകൗണ്ടിംഗ് നടത്തും. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.